നമസ്കാരം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലോട്ടറി ഭാഗ്യത്തിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് കിട്ടുന്ന കുറച്ച് നക്ഷത്രജാതകരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഈ ഭാഗ്യ നക്ഷത്രജാതകർക്ക് ലോട്ടറി അടിക്കും. ഈ നക്ഷത്രജാതകർ ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, ആരാണ് ധർമ്മദേവത? ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. ഞാനീ പറയുന്ന 7 നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യം ഇവരെ തേടി വരും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ നക്ഷത്രജാതകർ ധനവാനാകാൻ കാരണം തന്നെ ഈ നക്ഷത്രജാതകർക്ക് സമയം മാറുന്നു എന്നത് തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എല്ലാ രീതിയിലും കഷ്ടതകൾ അവസാനിക്കാത്ത, ഒരു രീതിയിലും ദുരിതങ്ങൾ അവസാനിക്കാത്ത ഞങ്ങൾക്ക് ഇനിയൊരു മേൽഗതി ഉണ്ടാകുമോ, ഞങ്ങൾ രക്ഷപ്പെടുമോ എന്ന്. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത് വലിയ വലിയ അവസരങ്ങളാണ്. കാരണം ചില ഗോചരഫലങ്ങൾ നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പലതും നമുക്ക് നടന്നു കിട്ടും. ചിലപ്പോൾ ഒരു ക്ഷേത്ര ദർശനമാകാം, അതല്ലെങ്കിൽ ഞാനീ പറയുന്ന ഒരു വാക്ക് തന്നെയാകാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം മാറിമറിക്കുന്നത്, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പലതും സാധിക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ 7 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്ന 7 നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും പ്രത്യേക പൂജ നടത്തി പ്രാർത്ഥിക്കാറുണ്ട്. നാളെ നിങ്ങൾക്ക് വേണ്ടി വ്യാഴാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾ എഴുതുന്ന ഈ കമൻറ്റ് ഞാൻ നാളെ അതിരാവിലെ എഴുതിയെടുക്കും, 4 മണിക്ക് തന്നെ. അത് കുറിച്ചെടുത്ത് നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭാഗ്യക്കുറി എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ഗോചരഫലം അനുകൂലമാകുമ്പോൾ നമ്മൾ തേടിപ്പോകാതെ തന്നെ നമുക്ക് പലതും നമ്മുടെ കൈവശം വന്നു ചേരും. ഇവിടെ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ജീവിതത്തിലൊരു നല്ല കാലം പിറക്കാൻ പോവുകയാണ്. ഇവരുടെ സമൃദ്ധിയുടെ കാലഘട്ടമാണിനി. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന കാലമാണിനി. അങ്ങനെ ഒരുപാട് നേട്ടത്തിലേക്ക്, ഭാഗ്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് എത്തുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിശയം തോന്നും. അത് മറ്റാരുമല്ല, തിരുവാതിര നക്ഷത്രം തന്നെയാണ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ രാഹു ആയതുകൊണ്ട് എന്തും ആരോടും വിളിച്ചു പറയുന്ന സ്വഭാവമായിരിക്കും ഇവർക്ക്. ഇവർ ആരുടെയും മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. ഇവരെ സംബന്ധിച്ച് വിവാഹത്തിന് ശേഷമായിരിക്കും ഏറ്റവും വലിയ ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരുക.
അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർക്ക് ഭാഗ്യം ഏറെയാണ്. ഇവരുടെ ധനസ്ഥിതി വർദ്ധിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചിങ്ങമാസത്തിൽ ജനിച്ച അല്ലെങ്കിൽ മേടമാസത്തിൽ ജനിച്ച തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യമുണ്ട്. വിവാഹകാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകും. പ്രതീക്ഷിക്കുന്ന പല കാര്യത്തിലും വിജയ സാധ്യത കാണുന്നു. മനോദുഃഖം മാറി സുഖം വരും. കഴിവതും എതിർപ്പുകൾക്കെതിരെ പോരാടാതിരിക്കുക. വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കും. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. തൊടുന്നതൊക്കെയും പ്രശ്നമായിരുന്നു. സംശയമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ തിരുവാതിര നക്ഷത്ര ജാതകരുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണോ അല്ലയോ എന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്കൂ. ഉള്ളു നേറുകയാണ് അവരുടെ. ആരോടെങ്കിലും തൻ്റെ സങ്കടങ്ങളൊന്ന് തുറന്നു പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ എന്താണ് എന്ന് ചിന്തിക്കുന്നവരാണ് തിരുവാതിര നക്ഷത്ര ജാതകർ. എന്നാൽ ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ്. ജീവിതത്തിൽ വലിയൊരു വിജയം ഇവരുടെ മുന്നിൽ തെളിയാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടാൻ പോവുകയാണ്. വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്നൊന്നും ആഗ്രഹമില്ല. ഒരു കുഞ്ഞു വീട്, അതിൽ സമാധാനം, സന്തോഷം, ഇതൊക്കെ ഇവർ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇനി അതൊക്കെ നടക്കുന്ന സമയമാണ്. ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക. നിങ്ങളുടെ വീട്ടിൽ തിരുവാതിര നക്ഷത്ര ജാതകരുണ്ട് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പാണ്. രണ്ടാമത്തെ ഏറ്റവും അധികം ഭാഗ്യമുള്ളൊരു നക്ഷത്രമാണ് പൂയം നക്ഷത്രം. കടബാധ്യതകൾ മാറിക്കിട്ടും. ലോട്ടറി ഭാഗ്യമുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുക. ജോലി സംബന്ധമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ട് പോവുക. കടം വാങ്ങി ഒരു ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ലോട്ടറി എടുക്കാതിരിക്കുക. ഒരു ലോട്ടറി മതി, അത് ജീവിതം മാറ്റിമറിക്കും. നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. പൂയത്തിൻ്റെ നല്ല സമയമാണ്. പൂയൻ രക്ഷപ്പെടാൻ പോവുകയാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. മാനസിക പിരിമുറുക്കമുണ്ട്. അഭിഷ്ടകാര്യ സിദ്ധി നടക്കും. കാർത്തിക നക്ഷത്ര ജാതകർ നന്നായി പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന സമയം തന്നെയാണ്. കാർത്തിക നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ധന വളർച്ചയുണ്ടാകും. അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. ഞെട്ടിപ്പോകും കാർത്തിക നക്ഷത്ര ജാതകർ. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മറന്നേക്കുക. ഇനി നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. ഒരു വലിയ, ഏറ്റവും വലിയ ഒരു വാഹനം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയും. എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നവഗ്രഹ പ്രീതി നടത്തുക. 9 നവഗ്രഹങ്ങളെയും പുഷ്ടിപ്പെടുത്തുക. കഴിഞ്ഞുപോയ കാലത്തിലെ കഷ്ടങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഉറവിടം നിങ്ങൾക്ക് വർദ്ധിച്ചു വരും. നിങ്ങൾ രക്ഷപ്പെടും. കാർത്തിക നക്ഷത്ര ജാതകർ മുരുകനെ പ്രാർത്ഥിക്കണം. ഹരഹരോ മുരുക എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാൻ മറക്കേണ്ട കാർത്തിക നക്ഷത്ര ജാതകർ. നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഉയർച്ചയിലെത്താൻ സാധിക്കുന്ന ഒരു ഭാഗ്യ നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, പുണർതം തന്നെയാണ്. ഭാഗ്യമാണ് പുണർതം. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയമാണ്.
ഒരുപാട് വരുമാനം വർദ്ധിക്കുന്ന സമയം, അസുഖങ്ങളൊക്കെയുണ്ട്, രോഗശാന്തിയൊക്കെ വരുന്ന സമയം, ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്ന സമയം, ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലതുകൾ വന്നു ചേരുന്ന സമയം, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം. ചുരുക്കി പറഞ്ഞാൽ ഏത് കാര്യവും സാധിക്കുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങളെത്തിയിരിക്കുന്നു. ഇൻകം നന്നായി വന്നു ചേരും. ഒരു VIP പോലെ ജീവിക്കാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു. VIP പോലെ ജീവിക്കാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു. നിങ്ങൾ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് 5ാമത്തെ നക്ഷത്രം അറിയാം. അത് മറ്റാരുമല്ല, ചിത്തിര നക്ഷത്രമാണ്. അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട്. അത് നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കും. ലോട്ടറി ഭാഗ്യമുണ്ട്. ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം അനിഴമാണ്. രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ നേട്ടമുണ്ടാകുന്ന സമയം. വിശ്രമമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. കഴിവതും കടം മേടിച്ച് ലോട്ടറി എടുക്കാതിരിക്കുക. പ്രാർത്ഥിക്കണം, ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിക്കണം, പാൽപ്പായസം നടത്തണം. ഉറപ്പായി നിങ്ങൾക്ക് ഭാഗ്യക്കുറി അടിക്കും, യാതൊരു സംശയവും വേണ്ട. നിങ്ങളെ സംബന്ധിച്ച് മാനസിക സമ്മർദ്ദം കൊണ്ട് വീർപ്പുമുട്ടുന്ന സമയമാണ്. അതൊക്കെ മാറും. ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാട നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വിദേശത്ത് പോകാനുള്ള യോഗം കാണുന്നു. പണം ചുരുക്കി ചെലവഴിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ആരെയും മനസ്സിലാക്കാനുള്ളൊരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ടാകും. ശ്രീകൃഷ്ണന് പാൽപ്പായസം നടത്തി പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. തുറന്നടിച്ച് സംസാരിക്കുന്ന രീതി കഴിവതും നിയന്ത്രിക്കുക. ലോട്ടറി ഭാഗ്യമുണ്ട്. വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക. താൽക്കാലിക ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിനും ഇടപെടാതിരിക്കുക. ഇഷ്ടജനങ്ങളുടെ വിയോഗം മൂലമുണ്ടാകുന്ന വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോകുക. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ നക്ഷത്ര ജാതകർക്കും ഒരു വലിയ ഭാഗ്യം, ഒരു വലിയ നേട്ടം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഒരുപക്ഷെ അതൊരു ലോട്ടറി ഭാഗ്യമായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയുള്ള ഭാഗ്യമായിരിക്കാം. ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക. സംശയമുണ്ടെങ്കിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക. തീർച്ചയായും വലിയ ഭാഗ്യമാണ്, വലിയ നേട്ടമാണ്, സർവൈശ്വര്യമാണ്. രക്ഷപ്പെടും, ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഭാഗ്യ നമ്പർ അറിയാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. നന്ദി, നമസ്കാരം.